ഹലോ ഡിയേഴ്സ്, നമ്മുടെ മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡ് ട്വിസ്റ്റോട് ട്വിസ്റ്റ് ആയിട്ട് ഒരു രക്ഷയില്ല. നമ്മൾക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങളാണ് കൂട്ടുകാരെ. നമ്മൾക്കൊക്കെ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു കഥാമുഹൂർത്തങ്ങളാട്ടോ ഇന്നത്തെ ആ ഒരു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാർ നിങ്ങളോട്, നമ്മുടെ കണ്ണൻ ഒരു തരി പോറൽ പോലും ഏൽക്കാതെ തിരികെ എത്തുന്നു. ഇപ്പൊ എന്തിരിക്കുന്നു എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് ആദ്യം തന്നെ നമ്മുടെ പ്രതാപനും കരുണയും തമ്മിൽ ഭയങ്കര ചിരിയും ആഘോഷവും ബഹളമൊക്കെയാണ്. കണ്ണം പോയി, അവനൊരു എന്താ പറയാ അവന്റെ വണ്ടി ഇടിച്ച് ഒരു താഴ്ചയിലോട്ട് വീണു. അതിന് ഈ ജീവൻ ബാക്കി കിട്ടാനൊന്നും വഴിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരു തരിമ്പ് ജീവൻ മാത്രം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതാപനും നമ്മുടെ കരുണയും മുത്തശ്ശിയും കൂടെ അവിടെ ആഘോഷിച്ച് തിമിർക്കുവാട്ടോ. പിന്നീട് നമ്മുടെ പ്രതാപം വന്ന ആ ഒരു ലോറി ആ ഒരു ഡ്രൈവർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇനിയും നീ എത്ര വേണമെങ്കിലും ചോദിച്ചു, ഇനി ഞാൻ വാരിക്കോരി നിനക്ക് ഞാൻ തരും. കാരണം എന്ന് വെച്ചാൽ ഇനി എന്റെ മരുമകനാണ് അവിടെ ആ ഒരു ജ്വല്ലറി ഒക്കെ ഭരിക്കാൻ പോകുന്നത്. ഇനി നിനക്ക് പൈസക്ക് ഒരു പഞ്ഞവും ഉണ്ടായില്ല, നിനക്ക് ആവശ്യമുള്ളത്ര പണം ഞാൻ തരും എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലോറി ഡ്രൈവർക്ക് പൈസയൊക്കെ കൊടുത്ത് ലോറിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. നീയാടാ എന്റെ മാനം രക്ഷിച്ചത്, എന്റെ മകളുടെ മുഖത്ത് ഒരു ചിരി കാണിച്ചു തന്ന നീയാണെന്നൊക്കെ പറഞ്ഞ് ലോറിക്കും കുറെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആഘോഷത്തോട് ആഘോഷം. അപ്പുറത്താണെങ്കിൽ നമ്മുടെ വാമദേവൻ നമ്മുടെ കണ്ണന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിപ്പാ. നമ്മുടെ കണ്ണന്റെ അമ്മയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഈ കണ്ണന്റെ അമ്മയോട് ഇങ്ങനെ കാര്യങ്ങൾ, കണ്ണൻ എന്ത് ഇത്ര നേരിട്ടും വരാത്തെ, അവൻ എവിടെ പോയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ കണ്ണന്റെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഓ അവന് ആ സുഹൃത്തുക്കളെ കിട്ടിയ പിന്നെ സംസാരിച്ചിരുന്ന് ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും വരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, ആ കൂട്ടുകാരന്റെ ഒപ്പം ഒരു പെണ്ണുള്ളതല്ലേ, അങ്ങനെ അവൻ നിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ സംസാരിച്ച് ഇവര് നിൽക്കുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മിയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ കണ്ണിൽ എണ്ണ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുക. ഫോൺ ചെയ്യാൻ നോക്കുമ്പോൾ മഹാലക്ഷ്മി ഫോണൊന്നും ചെയ്യുന്നില്ല കേട്ടോ. വിളിച്ച് ശല്യപ്പെടുത്തണ്ട, കണ്ണേട്ടൻ വരുമ്പോ വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാത്തിങ്ങനെ ഇരിക്കും കേട്ടോ. ഓരോ വണ്ടി വരുമ്പോഴും നമ്മുടെ വാമദേവന്റെ വണ്ടി വന്നപ്പോഴൊക്കെ നമ്മുടെ കണ്ണനായിരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ മഹാലക്ഷ്മി ഓടി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കണ്ണനായിരിക്കത്തില്ല. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുവാ. ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുവാ. കണ്ണേട്ടന് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വാമദേവനും നമ്മുടെ കണ്ണന്റെ അമ്മയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തൊരു വണ്ടി വരുന്നു ട്ടോ. അപ്പൊ നോക്കുമ്പോൾ വേറൊരു കാറായിരിക്കും ട്ടോ. പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മുടെ കണ്ണനായിരിക്കും അല്ലെ. അപ്പൊ ഇത് കണ്ണനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മഹാലക്ഷ്മി ഓടി കണ്ണന്റെ അരികിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്മയും നമ്മുടെ എന്താ പറയാ വാമദേവൻ ഇവൻ പോയില്ലേ, ഇവൻ എന്താണ് ഇങ്ങോട്ട് പിന്നെയും വന്നത്, ഇവൻ അന്ന് അച്ഛന്റെ ഒപ്പവും പോയില്ലേ, ഇപ്പോഴും പോയില്ലേ, ഇവൻ എന്തൊരു ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ മരണത്തെയും ജയിച്ചു വരുവാണോ ഇനി എന്നൊക്കെ പറഞ്ഞ് ഇവന് വാമദേവൻ ആകെ കിളി പോയി നിൽക്കുവാട്ടോ നമ്മുടെ കണ്ണനെ കണ്ടിട്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ നമ്മുടെ വാമദേവനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, മാമൻ എന്താ ഇങ്ങനെ നോക്കുന്നേ, ഇനി ഇതുവരെ കാണാത്ത പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വാമദേവൻ ഇങ്ങനെ ഉള്ളില്, എടാ നീ വീണ്ടും വന്നോ എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാട്ടോ. അപ്പുറത്ത് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കര സന്തോഷം. മഹാലക്ഷ്മി വേഗം വന്ന് കണ്ണനെ ഇങ്ങനെ കൂട്ടിയിട്ട് പോകുവാട്ടോ ഉള്ളിലേക്ക്. അപ്പൊ നമ്മുടെ കണ്ണനോട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇത്രയോ നേരം ഞാൻ കണ്ണേട്ടനെ കാത്തിരിക്കുവായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണന്റെ അമ്മ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഉവ്വ കണ്ണ ഇവള് അതൊന്നും കാത്തിരിക്കുകയൊന്നും അറിഞ്ഞില്ല, ഇവള് മുറിയിൽ പോയി ഫോണിൽ പാട്ടും കേട്ടിരിക്കുന്നത് ഞാൻ കണ്ടതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നമ്മുടെ കണ്ണന്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ മഹി എനിക്കറിയാം, അവൾ എന്ത് ചെയ്യുവായിരുന്നു എന്ന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ട് മഹിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ കണ്ണന്റെ അമ്മേനെ ഇങ്ങനെ വഴക്ക് പറയുവാട്ടോ. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് സന്തോഷമായി, കണ്ണേട്ടനെ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ടോ. അപ്പൊ നമ്മുടെ എന്താ പറയാ വാമദേവൻ വന്നിട്ട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. നിന്റെ കാറിന് എന്ത് പറ്റിയടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ആ ഇതേവരെ എനിക്ക് പണിയൊന്നും തരാത്ത കാറ് ഇന്ന് എനിക്ക് പണി തന്നു, കാർ ഇടക്ക് വെച്ചൊന്ന് നിന്നുപോയി, പിന്നെ വേറൊരാളാണ് എന്നെ സഹായിക്കാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാരാണ് എന്ന് ചോദിക്കുന്നതും കാണാം. അപ്പൊ ആരായിരിക്കും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കൂട്ടുകാരെ, അത് വേറെ ആരുമല്ല, നമ്മുടെ മേഘനാഥനാണ് നമ്മുടെ കണ്ണനെ ആ സമയത്ത് സഹായിക്കാൻ വരുന്നത്. എന്നിട്ട് മേഘനാഥനാണ് ആ കാറും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ആക്സിഡന്റ് പറ്റിയിരിക്കുന്നത് ആർക്കാണ്, നമ്മുടെ മേഘനാഥന്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. അതാണ് ഇപ്പൊ നമ്മുടെ വാമദേവൻ സംഭവിച്ചിരിക്കുന്നത്. താൻ കുഴിച്ച കുഴിയിൽ തന്നെ മകൻ വന്നു വീണു. എന്തായാലും നമ്മുടെ മേഘനാഥന് ഇനി ഒരു തരി ജീവൻ ബാക്കിയുണ്ടോ എന്ന് മാത്രം നമ്മൾ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ മതി. ഒരു അടിപൊളി എപ്പിസോഡ് കേട്ടോ. ഭയങ്കര ട്വിസ്റ്റ് ആയി പോയി അല്ലേ പ്രേക്ഷകരെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.